ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൂടെ മിഷൻ സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം കേട്ടോ. അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ഇറങ്ങണം. കുർബാന കഴിഞ്ഞിട്ട് അവിടെ ലേലം വിളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ. ദിവാളി ഹോളിഡേയ്സ് ആരംഭിക്കുകയാണ്. ഇന്നോട്ട് 5 ദിവസത്തേക്ക് ദിവാളി ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ ദിവാളിക്ക് വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ചെറിയൊരു ആഘോഷത്തിനുള്ള ഐറ്റംസ് അതും വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ മെയിൻ വിശേഷങ്ങൾ. ഒത്തിരി ലേറ്റ് ആയി പള്ളിയിൽ പോകാൻ. അതെ, ഇറങ്ങാൻ ലേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഇന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് മലബാർ പൊറോട്ടയാണ്. ഇത് നമുക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് മോളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവിടെ നമ്മൾ 2-3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പള്ളിയിലത്തെ ഇന്നത്തെ മിഷൻ സൺഡേക്കായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ എല്ലാവരും കൊണ്ടുവരും കേട്ടോ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഐറ്റം കൊണ്ടുവരും. നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 2 ദിവസം മുൻപത്തെ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അതായത് നമ്മുടെ ദീപാവലിയുടെ തലേ ദിവസം എടുത്തിരിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ അല്പം വൈകിയതാണ്. എല്ലാവരും തുണിയൊക്കെ വാഷ് ചെയ്ത് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ക്വാർട്ടേഴ്സിൽ ഉള്ള ഈ കോമ്പൗണ്ട് ഫുൾ പുല്ലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ പണിക്കാരൻ ചേട്ടന്മാരെയൊക്കെ നിർത്തി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത്, അപ്പോൾ അങ്ങനെ പുല്ലെല്ലാം പോയി കിട്ടി. അപ്പോൾ നമുക്കിനി പോകാം. ഞങ്ങളങ്ങനെ അതേ പള്ളിയിലെത്തിയിട്ടോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാ ലേലം വിളിയുടെയൊക്കെ സമയമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും അവരാരും കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം ടേബിളിൽ വെച്ച് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലവരും പല ഐറ്റംസ് ആയിട്ട് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എല്ലാം എന്താ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Calling 1, 302 ma'am. Pakka. You're missing it. 300, 301, 302. Highly delicious. Highly delicious. Taste guarantee. So 303, sir. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണക്കക്കപ്പ ഉണ്ടായിരുന്നു, പച്ചക്കപ്പ ഉണ്ടായിരുന്നു, പിന്നെ കോഴി, പിന്നെ പല ടൈപ്പ് പിക്കിള്, അങ്ങനെ പിന്നെ ചിപ്സ് ഐറ്റംസ്, പിന്നെ ഹാൻഡ് ബാഗ്, അങ്ങനെയൊക്കെയുള്ള പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. 500 सिर्फ कप्पा दीपक नहीं है. അപ്പം അങ്ങനെ ലേലം വിളിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ പൂരിയും ചിക്കനും സിസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമായി, ഞങ്ങളാണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് പള്ളിയിൽ നിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു പാക്കറ്റ് അഞ്ചുവിന് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു പാക്കറ്റ് എനിക്കും ചേട്ടനും കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിക്ക് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സിസ്റ്റേഴ്സ് പിന്നെ 2-3 ഐറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക്, ചിപ്സ്, അതുപോലെ തന്നെ ഉണ്ണിയപ്പം പോലത്തെ ഒരു ഐറ്റം, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പൂരിയും ചിക്കനും മാത്രമാണ് അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ ഇത് ഇവിടെ വേറെ ഒരു സ്റ്റോളുണ്ട്. ഇവിടെ ഒരു ഫാമിലി അവർ ഇഡ്ഡലിയും ചട്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെ കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് വാങ്ങി അവിടെ തന്നെ നിന്ന് കഴിക്കുകയാണ്. പിന്നെ പൂരിയും ചിക്കനും വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അത് വീട്ടിലേക്ക് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 5 ഒരു എഗ്ഗ് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് ഇറങ്ങണം കേട്ടോ. ഇനി അപ്പോൾ ഞങ്ങളിതേ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഐറ്റംസ് കേട്ടോ. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, എന്നാലും ഇതെന്താ നോക്കട്ടെ. ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ വാങ്ങിയത്. അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ കഴിച്ചായിരുന്നു ഇഡ്ഡലിയും ചട്നിയൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് വാങ്ങി അത് കഴിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കണം. അതുപോലെ എന്തൊക്കെ നമ്മൾ വാങ്ങണോ അതൊക്കെ പള്ളിയിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ രൂപ നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കണം. ഇവിടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പൂരിയും ചിക്കൻ കറിയും കേട്ടോ. അപ്പോൾ ഇത് സിസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പൂരിയും ചിക്കൻ കറി. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിന് 100 രൂപ, ഒരു പ്ലേറ്റിന് 100 രൂപ. അപ്പോൾ ഇത് ഒരെണ്ണം എനിക്ക് ചേട്ടനും കൂടി ഒരെണ്ണം അഞ്ചുവിനും വാങ്ങിച്ചിട്ടുണ്ട്. അഞ്ചുവിൻ്റെ കൂടി ഇതിൻ്റെ കൂടി ഇരിപ്പുണ്ട്. അഞ്ചുവിൻ്റെ 3 പ്ലേറ്റ് വാങ്ങിയോ?
അവൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് വേറെ 2 ചിക്കൻ പിന്നീടുള്ള തുറന്നു നോക്കിയാനാന്ന് അപ്പം അറിയാലോ. അല്ല, ഇതും പൂരി ചിക്കൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ അർത്ഥം ഇത് വേറെ എന്തോ ആണ്. ഇതെന്താ നോക്കട്ടെ കേട്ടോ. ഇത് 5 വാങ്ങിച്ചേക്കുന്നതാണ്. ഇത് എഗ്ഗ് ബിരിയാണി. അപ്പോൾ 5-നുള്ള ലഞ്ചായി എഗ്ഗ് ബിരിയാണി. ഇത് ഒരെണ്ണം. കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ചിക്കൻ ബിരിയാണി. ഞാൻ തുറന്നേ ഈ സാധനം. ഇത് എഗ്ഗ് ബിരിയാണി. ഇത് ചിക്കൻ കറിയും പൂരിയും. അതോ തന്നെയാ? ഇതോ തന്നെ സെയിം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായി. 5-നുള്ള ലഞ്ചായി. പിന്നെ ഇത് ഞാൻ പള്ളിയിൽ കുറച്ച് ചെടികൾ അവിടെ നിന്ന് അച്ഛനോട് ചോദിച്ച് കൊണ്ടുവന്നത്. എനിക്കിവിടെ ചെടിച്ചട്ടിയിൽ വെക്കാനായിട്ട് ഇങ്ങനത്തെ അത് ഞാൻ ഈ കവറിലേക്ക് ഇട്ടതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇത് കോംപ്ലിമെൻ്റ് ആണ്. എഗ്ഗ് ബിരിയാണിയുടെ കൂടെയുള്ള ഐറ്റം അത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മെയിൻ ഐറ്റം ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് നമ്മുടെ ബ്ലാക്ക് പെപ്പറാണ്. ഓർഗാനിക് ബ്ലാക്ക് പെപ്പർ. നല്ല അടിപൊളി ഐറ്റം. നല്ല എരിവാണ്. ഞങ്ങൾ അവിടെ തന്നെ ഞാൻ പൊട്ടിച്ച് തുറന്നൊക്കെ നോക്കി. ഇതുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതുണ്ട് കേട്ടോ. ഇങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടപ്പ് തുറന്നിട്ട് നമുക്കിതാ ഈ രീതിയിൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമ്പോൾ തന്നെ തിരിച്ച് കഴിഞ്ഞത് ക്രഷായി നമുക്കിങ്ങനെ കിട്ടുന്നത് ഈ രീതിയിൽ. ഭയങ്കര എരിവ് അതിന്. അച്ഛൻ പറഞ്ഞാൽ നല്ല ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നല്ല സൂപ്പർ ഓർഗാനിക് നാച്ചുറൽ ഐറ്റം അല്ലേ. ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കിട്ടട്ടെ. ഞാൻ അധികം ക്രഷ് ചെയ്യാഞ്ഞിട്ടത് നല്ല സൂപ്പർ എരിവ്. ഇത് നമ്മൾ 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലേലം വിളിച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രൈസ് ഒത്തിരി കൂടുതലാവുമല്ലോ. അപ്പോൾ ഇത് 2 കുപ്പി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 1200 രൂപയ്ക്കാണ്. അതായത് അതെല്ലാം നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത്ര ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഇത് ചെടിയാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമില്ല, ചെടി മാത്രം. ഇത് ഒത്തിരി ചെടി കൊണ്ടുവന്നതാണ്. ഇതെനിക്ക് പുറത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കടയിൽ പോകാനായിട്ട്. കടയിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ദീപാവലി ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാളെയാണ് ശരിക്കും പറഞ്ഞാൽ ദീപാവലി. അപ്പോൾ ദീപാവലിക്കുള്ള എന്തെങ്കിലുമൊക്കെ കമ്പിത്തിരി പൂത്തിരി കൊച്ചു കൊച്ചു ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണം. കാര്യമായിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഇത്തിരി സ്വീറ്റ്സോ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇത്തിരി കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതാ സമയം 10:45 11 മണിക്ക് ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹാപ്പി ദീപാവലി. നമ്മുടെ ഈ വീഡിയോ എന്നത്തേക്ക് നിങ്ങളുടെ അടുത്ത് എത്താമെന്ന് എനിക്കറിയില്ല, എങ്കിലും എല്ലാവർക്കും ഞാൻ ദീപാവലി വിഷ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ദീപാവലി എല്ലാവർക്കും നല്ല പ്രകാശത്തിൻ്റെയും നന്മയുടെയും അതുപോലെ സന്തോഷത്തിൻ്റെയൊക്കെ നല്ലൊരു ഫെസ്റ്റിവൽ ആവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി ഷോപ്പിങ്ങിന് ഇറങ്ങണം. ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ, 5 വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ പോകണം. പുറത്ത് നല്ല നല്ല സൂപ്പർ വെയിലാണ്. എന്തായാലും ഇറങ്ങാം. ദീപാവലിയുടെ സമയമായതുകൊണ്ട് തന്നെ നല്ല റഷാട്ടോ വഴിയിലൊക്കെ. ഇവിടെയൊക്കെ കണ്ടോ ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം ഒറിജിനലും ആർട്ടിഫിഷ്യലും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം വാങ്ങിക്കാൻ പോകുന്നത് ഇത്തിരി കമ്പിത്തിരി പൂത്തിരി ഐറ്റംസൊക്കെയാണ്. കാര്യമായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല, ജസ്റ്റ് അഞ്ജുവിന് പേരിന് ചെറിയൊരു സന്തോഷത്തിൽ ഇത്തിരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു കോളേജ് ഗ്രൗണ്ടിലേക്കാണ് എത്തിയേക്കണത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇവർ കൂടുതലും ഈ പടക്കം അതുപോലെ കമ്പിത്തിരി പൂത്തിരി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഗ്രൗണ്ട്. ഇതിന്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ, അങ്ങേ വശത്തേക്കുണ്ട്. നമ്മൾ ഈ ഒരു ഗേറ്റിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് അങ്ങേ സൈഡിലത്തെ അങ്ങോട്ടേക്ക് കടന്നു ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങിപ്പോയി നോക്കാം. നമുക്ക് ഇത്തിരി വാങ്ങിക്കാനുള്ളൂ, നല്ലൊന്ന് പോയി നോക്കിയിട്ട് വരും. ഞങ്ങൾ പടക്കം വാങ്ങിക്കാൻ അങ്ങനെ ആ ഷോപ്പിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലും നല്ല ഭയങ്കര വലിയ റേറ്റൊക്കെയാണ് അവർ പറയുന്നത് എല്ലാത്തിനും. എന്തായാലും അഞ്ജുവിൻ്റെ ചെറിയൊരു സന്തോഷത്തിനായിട്ട് ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ പേരിന് കമ്പിത്തിരി പൂത്തിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇത്തിരി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങ് ദൂരേക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഷോപ്സുകളുണ്ട്, അങ്ങറ്റം വരെയുണ്ട്.
നമ്മളെന്തായാലും വാങ്ങിക്കേണ്ടത് വാങ്ങിച്ചു. നമുക്കിനി സ്ഥലം വിടാം. ഇനി നമുക്ക് അടുത്ത ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ കിടക്കണം. മെയിൻ മാർക്കറ്റിലൊക്കെ ഭയങ്കര റഷാട്ടോ. നമുക്കിവിടെ നിന്നും ഇതെവിടെയൊക്കെ നോക്കിയാൽ മെഴുകുതിരി കാര്യങ്ങളൊക്കെ നമുക്ക് ദിവാളിക്ക് കത്തിക്കാനുള്ള മെഴുകുതിരി കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ. പക്ഷെ ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കും വാങ്ങിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. വല്ലവിടെ ഇനി വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് വാങ്ങേണ്ടി വരും സൈഡിൽ നിന്ന്. ഇവിടെയൊക്കെ ഡെക്കറേഷൻസും ഓരോന്ന് വിൽപ്പനയ്ക്കൊക്കെ വെച്ചിരിക്കുന്നതാണ്. കൂടുതലങ്ങനെ വിഗ്രഹങ്ങളും മൂർത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാച്യൂസ് കാര്യങ്ങൾ. അതുപോലെ ദിവാളിക്കൊക്കെ അവർക്ക് ധൻതേരസിന് പുതിയ പാത്രം വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഷോപ്സുകളൊക്കെ ഓപ്പണാണ്. എക്സ്ട്രാ ഷോപ്സുകൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. കുറേ പേര് സ്വീറ്റ്സിൻ്റെ തന്നെ ഷോപ്പുകൾ. നമ്മളിപ്പോൾ ശരിക്കും മെയിൻ മാർക്കറ്റിലേക്ക് എത്തി. ഇവിടെ ഇതിലൊക്കെ വണ്ടികളാട്ടോ. ഇവിടെ ഓടിച്ച് പിടിച്ച ലോകത്ത് എവിടെ വേണേലും ഓടിക്കാം. പോലീസുകാരന്മാർ ചേട്ടന്മാരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. വഴിയിലും കച്ചവടം എന്ന് പറയാം. റോഡിലേക്ക് ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെവിടെ തിരി മെഴുകുതിരികളൊക്കെ ഇഷ്ടം പോലെ പല കളർഫുള്ളായിട്ടുള്ള മെഴുകുതിരികൾ, വൈറ്റ് എല്ലാം ഉണ്ട്. മണ്ണിന്റെ ചട്ടി പോലത്തെ മൺചട്ടികളിൽ, ചെറിയ മൺചട്ടികളിൽ അങ്ങനെയുണ്ട്. ദിയ ഇവിടെ പറയുന്നത് ദിയ. അത് മേടിക്കാൻ പറ്റാത്തവര് അതെ മെഴുകുതിരി കത്തിക്കും. ഇവിടെയൊക്കെ കണ്ടോ തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണ്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം, മാലകൾ അവരുടെ പൂജയ്ക്കൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഇവിടെ. ഇവിടെ ദിയ കൊണ്ടുപോകണം. ചെറിയ ചെറിയ ചട്ടികൾ കണ്ടോ, മൺചട്ടികൾ. അതിനകത്ത് ഒരു എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് ദിവാളിയുടെ അന്ന് കത്തിക്കും. മയിൽപ്പീലി കണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഭയങ്കര റഷ്. അതേ ഇവിടെയും കണ്ടോ മയിൽപ്പീലി. ഇനിയിപ്പോൾ എനിക്ക് ഇത്തിരി പെയിൻറ്റിങ് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനും കൂടെയാണ് പോണത്. ദിവാളി ഹോളിഡേയ്സിന് ടൈം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇത്തിരി ടൈം കിട്ടുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇത്തിരി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട പെയിൻറ്റ്, സ്പോഞ്ച്, ബ്രഷ് അങ്ങനെയൊക്കെയുള്ള ഇത്തിരി ഐറ്റംസൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിക്കണം. അങ്ങനെ പെയിൻറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുക്കേണ്ട ഐറ്റംസൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നിരിക്കുന്നത് മാർക്കറ്റ് 99-ലാണ്. ഈ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിനകത്ത് ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇവിടുന്ന് മുൻപും ഷോപ്പിംഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, പെൻഡിങ് ആണ്. പക്ഷേ ഇത് ദിവാളിയുടെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതാദ്യം നിങ്ങളുടെ അടുത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിന് മുൻപ് ഫസ്റ്റ് ടൈം ഞാൻ മാർക്കറ്റ് 99-ൽ വന്നപ്പോൾ ചെയ്ത ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ പുറകെ ഒന്നൊന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല ഷോപ്പാണ്, ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഷോപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിലേക്ക് വേണ്ട, കിച്ചണിലേക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ്, ഹോം ഡെക്കർ ഐറ്റംസ്, പിന്നെ വേറെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിലുണ്ട് കേട്ടോ. അതും ഒത്തിരി റേറ്റ് ഒന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന അങ്ങനത്തെ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു റേറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളിതാ മുകളിലത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിലേക്ക് ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ഷോപ്പിലേക്ക് ഞങ്ങൾ ഇന്നാണ് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം, ഇപ്പോൾ ദിവാളിയുടെ ടൈമല്ലോ, ഒന്ന് ജസ്റ്റ് പോയി നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഈ ഷോപ്പിലേക്ക് ഇത് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ ഡ്രസ്സ് മാത്രമൊന്നുമല്ല, ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഡ്രസ്സ് മാത്രമായിട്ടല്ല അവർ വെച്ചിരിക്കുന്നത്, വേറെയും ഒരുപാട് ഇവിടെയും കിച്ചൺ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബൗൾസ്, പ്ലേറ്റ്സ്, ഡിന്നർ സെറ്റ്,
അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡ്രസ് മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അഞ്ജുവിന് ആദ്യം പള്ളിയിലേക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു 1-2 ഷോൾ വാങ്ങി. പിന്നെ നോക്കുമ്പോൾ സ്യൂട്ടൊക്കെ കിടപ്പുന്നുണ്ട്, റെഡിമെയ്ഡ് സ്യൂട്ട്. ഒത്തിരി വലിയ വിലയുടെ അല്ല, നമുക്കിപ്പോൾ താങ്ങാവുന്ന വിലയൊക്കെ ഉള്ളൂ. 500 റുപ്പീസ് 600 റുപ്പീസ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 1-2 എടുത്തു. ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല, കാരണം ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഏതെടുക്കേണ്ടതെന്ന് പിടുത്തില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കി ഫൈനലി അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ചേട്ടനും എടുത്ത് നോക്കി, ചേട്ടനും വേണ്ട 1-2 ഡ്രസ്സുകളൊക്കെ. പിന്നെ അഞ്ജുവിന് വേണ്ടി ഞാൻ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അഞ്ജു കൂട്ടത്തിലില്ല, അതുകൊണ്ട് അത് അഞ്ജുവിന് എത്രത്തോളം ഇഷ്ടമാണെന്ന് നമുക്കറിയില്ല. സാധാരണ ഞങ്ങളിപ്പോൾ അഞ്ജുവിനുള്ള ഷോപ്പിങ്ങൊക്കെ അഞ്ജുവിനെ കൊണ്ടുവന്നാണ് ചെയ്യാറ്. അങ്ങനെ അപ്രതീക്ഷിതമായി ഒരു ചെറിയ ദീപാവലി ഷോപ്പിംഗ് നടത്തിയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബിൽ പേയ്മെൻറ്റിന് വന്ന് നിന്നപ്പോൾ ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വന്നു. അത്രയും തിരക്കായിരുന്നു, ലോങ് ക്യൂ ആയിരുന്നു. അവിടെ കൗണ്ടർ ഒരെണ്ണം മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്ത് വന്നപ്പോൾ ഇവിടെ നല്ല ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സീനറിയൊക്കെ കണ്ടു. അവരിങ്ങനെ ദിവാലിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 1-2 ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതുപോലെ ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ അവിടെ വേറൊരു കസ്റ്റമറിനെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ആ ചേട്ടൻ ഫോട്ടോ എടുത്തു തന്നു. അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് കുറേ ടൈം എടുത്തു. ഷോപ്പിംഗ് ചെയ്യാനല്ല ടൈം എടുത്തത്. ഷോപ്പിംഗ് നമ്മൾ വേഗത്തിൽ തന്നെ തീർത്തു. പക്ഷെ കൗണ്ടറിൽ എന്താ ഒരാളേ ഉള്ളൂ, അതെ. ആൾക്കാർ ഒത്തിരി ഇങ്ങനെ ക്യൂ നിൽക്കുക. പക്ഷെ ഒരു കൗണ്ടറിലുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അവരുടെ താഴത്തേനകത്താണ് 15-16 കൗണ്ടർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ചെന്നാലും 4-5 കൗണ്ടറിൽ ആളുണ്ടാവുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ഇങ്ങനെ എന്താ പറയാ, കടയിൽ മാനേജ് ചെയ്യണ കാര്യം അത്രയ്ക്കാണ് ഇവര് സെറ്റപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് ബിൽ പേയ്മെന്റിന്റെ സ്ഥലത്ത് നമുക്ക് ഒത്തിരി സമയം എടുത്തു. അതുകൊണ്ട് വിശക്കുന്നു, അതാണ് പറഞ്ഞു വന്നത്. അപ്പം ചെന്നാൽ ആദ്യം തന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. ലേറ്റായി വന്നതിനോട് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത ചെറിയ ഷോപ്പിംഗ് കാണിച്ചു തരാം. കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയ ഷോപ്പിംഗ്. ഇതാ ഇത് നമ്മുടെ എന്താ പറയുക, കമ്പിത്തിരി. ഇതിനെ തുറക്കുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീഴണം. പിന്നെ വാങ്ങിച്ചത് ഇത് വലിയ കമ്പിത്തിരി, ഇത് കളറായിട്ടുള്ളത്, കളർ കമ്പിത്തിരി. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഇതാ നമ്മുടെ പൂത്തിരി, ടൈറ്റ് പാക്കാണത്. ഇവിടെ നമ്മുടെ പൂത്തിരി. പിന്നെ ഇത് നമ്മൾ ലൂസായിട്ട് വാങ്ങിയപ്പോൾ അവരിങ്ങനെ പാക്ക് ഓരോന്നിങ്ങനെ പറക്കി ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക്. ഇതിങ്ങനെ ഒരു 3-4 വാങ്ങിച്ചിട്ടുണ്ട്. അല്ല 5 അല്ലേ, ഇതിങ്ങനെ 5 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. 5 അല്ല 6 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദീപാവലി ആഘോഷത്തിന് ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ പടക്കം കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പടക്കമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെയൊക്കെയാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് എനിക്കും ഒക്കെ ഇതാണ് കൂടുതൽ ഇഷ്ടം. പടക്കമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് പൊട്ടിക്കാൻ, അത് കത്തിക്കാൻ, തീ കൊടുക്കാനൊക്കെ പോകാനൊക്കെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൽവിൻ്റെ ടീമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ സെറ്റിപ്പോൾ ഇവിടെ ഇല്ല. മിക്ക വീടുകളിലും സർവാറ്റി ടീച്ചർമാരെയൊക്കെ പിള്ളേരുണ്ടായിരുന്നു. ആൽവിൻ്റെ പ്രായത്തിലുള്ളവരും ഒരു ബാച്ച് വലിയവരും ചെറിയവരൊക്കെ ആയിരുന്നു. അവരൊക്കെ പോയി കഴിയോടുകൂടി പിന്നെ അങ്ങനെ പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ കമ്പിത്തിരി പൂത്തിരി അങ്ങനെയൊക്കെ ഉള്ളൂ ചെറുതായിട്ട്. പിന്നെ നമ്മളിതാ അടുത്തത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, റോയൽ ഗുലാബ് ജാമുൻ. പിന്നെ നമ്മൾ 2 പാക്കറ്റ് ഇതങ്ങനെ ക്യാൻഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളോട് ഇറങ്ങുന്നിടത്തുള്ള 2 തിണ്ണകളുമേ വൈകുന്നേരം നേരത്തിൽ നിന്ന് അങ്ങനെ കത്തിച്ച് വയ്ക്കാനായിട്ട് ഇതങ്ങനെ 2 പാക്കറ്റ് മെഴുകുതിരി. ഇതൊക്കെയാണ് നമ്മുടെ ഈ പാക്കറ്റിലുള്ള ഐറ്റംസ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പെയിൻറ്റിങ് ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വാൾപുട്ടിയാണ്, എനിക്ക് ഓരോ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട്. പിന്നെ ഇതായാലും ഞാൻ പെയിൻറ്റ് വാങ്ങിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അടിക്കാനുള്ള വാർണിഷ്, ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ പെയിൻറ്റിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് വെച്ചിങ്ങനെ ഒരേ കൊച്ചു ഐറ്റമൊക്കെ വാങ്ങിക്കുക, ഒരേ കൊച്ചു ഐറ്റംസൊക്കെ ചെയ്യണം.
നമ്മളിപ്പോൾ വിൻഡോമൊക്കെ പ്ലാന്റൊക്കെ അങ്ങനെ തൂക്കിയിടാറില്ലേ ബോട്ടിൽസിലൊക്കെ, അപ്പോഴൊക്കെ നമ്മൾ പെയിൻ്റ് ഒക്കെ കൊടുക്കണ്ടല്ലോ ബോട്ടിലിന്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 99 എന്ന് പറയുന്ന ഷോപ്പിൽ പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ പോകുമ്പോഴും അവിടെ നിന്ന് കൊച്ചു കൊച്ചു ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും കാണും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് ബ്ലാക്ക് കളറിലെ ബൗൾ വാങ്ങിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല യൂസ്ഫുള്ളാണ്, നല്ല ബൗളുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ പിങ്ക് ഇതാ ഇന്ന് കണ്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരിക്കൽ പോയപ്പോൾ നോക്കിയായിരുന്നു, പക്ഷെ അന്ന് ബ്ലാക്ക് അല്ലാണ്ട് വേറെ ഒറ്റ കളറും ഉണ്ടായിരുന്നില്ല. ഇന്ന് പോയപ്പോൾ അതിൻ്റെ പിങ്ക് കിട്ടി. അപ്പോൾ അതങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഡിഷ് വാഷിൻ്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ ഇതിന് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഇത് ഹാങ് ചെയ്തിടാം. അപ്പോൾ അത് ഓർത്തിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കെട്ടി വെച്ചേക്കതിന് പൊട്ടിക്കണം. അപ്പോൾ ഇത് നമുക്ക് അതിനകത്ത് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് വെച്ച് അവിടെ താഴെ ഹോൾസ് ഉണ്ട്, സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം പോയി കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ തൂക്കിയിടാനുള്ള ഓപ്ഷൻ കണ്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. ഒന്നും ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ ഇതാ ഇത് 5 2 വേഫേഴ്സ്, ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ. അപ്പോൾ ഇത് വാങ്ങി. വേറൊന്നും ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമ്മൾ മാർക്കറ്റ് 99 പോയതിൻ്റെ മുകളിൽ തുണികളുടെയൊക്കെ ആ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് 1-2 ഐറ്റംസൊക്കെ കണ്ടത് വാങ്ങിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ ഡ്രസ്സ് ഐറ്റംസൊക്കെ അവിടേക്ക് ഒന്ന് പോയി കാണാമെന്നും പറഞ്ഞ് പോയത്. അപ്പോൾ ഇത് 5 ടീഷർട്ട് ഒന്ന് വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ വാങ്ങിച്ചത് ബ്ലൂ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രലോഭനമാണ്. അപ്പോൾ അത് അങ്ങനെ ബ്ലൂ കളറിലതാ ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്ലാസോ പാൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 499 ഈ ഒരു ടോപ്പും പാൻറ്റും കൂടെ. ഷോൾ ഇല്ലാത്തതുമേ പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചത് 5 2 ഷോൾ വാങ്ങിയിട്ടുണ്ട്. 5 പള്ളിയിലേക്കൊക്കെ ഇടാനുള്ള 2 ഷോൾ. ഇത് 150-യുടെയാണ്, ഇതും 150-യുടെ 2 ഷോൾ. ഇതിങ്ങനെ ലൈറ്റ് വെയിറ്റ്, നല്ല ലൈറ്റ് വെയിറ്റ്. 5 അങ്ങനത്തെ ഇഷ്ടമുള്ളൂ പള്ളിയിലേക്ക് രാവിലെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ. അപ്പോൾ അങ്ങനെ 2 വാങ്ങിയതാണ്. പിന്നെ അടുത്തായിട്ട് എന്ന് പറയുന്നത് ഇതാ ഒരു ടീഷർട്ടാണ്. ഇത് ചേട്ടന് വേണ്ടി എടുത്തതാട്ടോ. പിന്നെ അടുത്ത ഐറ്റം ഇതാ, ഇത് ചേട്ടന് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പയ്യെ വിൻ്റർ സീസണിലേക്ക് കിടക്കണം. അപ്പോൾ ഇന്നറായിട്ട് ഉപയോഗിക്കാനായിട്ട്, തണുപ്പ് കാലത്ത് ഇന്നറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ വന്നു തുടങ്ങി ഷോപ്പിൽ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ്. ബ്ലാക്ക് കളർ ഇങ്ങനെ കണ്ടപ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇന്നർ അത് കണ്ടപ്പോൾ അങ്ങനെ അവിടുന്ന് ചേട്ടൻ വാങ്ങിച്ചു. പിന്നെ അവിടെ ഡ്രസ്സുകളിലൊപ്പം തന്നെ വേറെ ഇത്തിരിയും കൂടി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എനിക്ക് കണ്ടപ്പോൾ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചത് 2 ഐറ്റം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇതാ 39. ഇപ്പം ഇങ്ങനെ 2 ഫ്ലവർ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ഡിസൈൻ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം. പിന്നെ ഇതിതാ ഇങ്ങനെ ആലില ആ ഒരു ഷേപ്പിൽ. ഇത് 29, ഇത് 39. ഇങ്ങനെ കണ്ടപ്പോൾ ഇത് 2 എടുത്തു. ഇത്ര മാത്രം. ഇത്രയുള്ള നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കിച്ചൺ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രോസറി ഐറ്റംസ്, മസാല ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊക്കെ വന്നപ്പോഴേക്കും നല്ലപോലെ തന്നെ സമയമെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.